ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കിച്ചനിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് റെസ്റ്റോറൻറ്റുകളിൽ കിട്ടുന്ന കടായി ചിക്കൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വളരെ ടേസ്റ്റിയായ ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടന്നാലോ. കടായി ചിക്കൻ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 3/4 കിലോയോളം ചിക്കനാണ് എടുത്തേക്കുന്നത്. എല്ലോട് കൂടി തന്നെയാണ് എടുത്തേക്കുന്നത് കേട്ടോ. ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഇനി ഈ ചിക്കനിലേക്ക് മസാലയൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക. ആ മസാലയൊക്കെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതി വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിനി നമുക്ക് 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ചിക്കനെ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് മസാല ഒന്ന് തയ്യാറാക്കി എടുക്കാം. പാനിലേക്ക് കുറച്ച് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1 പിടി പച്ച മല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് പട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഗ്രാമ്പു ചേർത്ത് കൊടുക്കുന്നുണ്ട്. 4-5 ഏലക്കയും 1 സ്പൂൺ ചെറിയ ജീരകവും 1 സ്പൂൺ പെരുംജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അധികം കരിയേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതിയാകും. ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഈ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിലേക്ക് ഞാൻ കുറച്ച് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മുടെ ചിക്കനൊക്കെ ഓരോന്നായിട്ട് പാനിലേക്ക് നിരത്തി കൊടുക്കാം. അധികം ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഗ്രില്ലായി കിട്ടിയാൽ മാത്രം മതി. ഇപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ഒരു സൈഡൊക്കെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി മറു സൈഡും ഫ്രൈ ആവുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ്റെ 2 സൈഡും ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നന്നായിട്ട് ഫ്രൈ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മാത്രം മതിയാകും. ഇനി നമുക്കിതൊക്കെ ഒന്ന് കോരി മാറ്റാം. ഇനി അതേ പാനിൽ തന്നെ ക്യാപ്സിക്കം ക്യൂബ്സായിട്ട് അരിഞ്ഞതും 1 സവാള ക്യൂബ്സായിട്ട് അരിഞ്ഞതും 3-4 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ എണ്ണ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതിയാകും. അധികം വഴണ്ട് പോകാനും പാടില്ല കേട്ടോ. ഒന്ന് റോസ്റ്റായി കിട്ടിയാൽ മതിയാകും. ഇപ്പോൾ നമ്മുടെ ക്യാപ്സിക്കം സവാളയൊക്കെ നന്നായിട്ട് റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കടായി ചിക്കൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ചുവട് കട്ടിയുള്ളൊരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ ഞാൻ 2 വലിയ സവാള ചെറുതാക്കി അരിഞ്ഞതാണിത്. സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്, അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ സവാളയൊക്കെ ഏകദേശം വഴണ്ട് വരുമ്പോൾ നമുക്കതിലേക്ക് തക്കാളിയുടെ പേസ്റ്റാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനൊരു വലിയ തക്കാളി മിക്സിയിലൊന്ന് അടിച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നതാണ്. ഇനി ഈ തക്കാളിയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തക്കാളി പൊടിയായിട്ട് അരിഞ്ഞ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ തക്കാളിയുടെ പച്ചമണമൊക്കെ മാറി. ഇനി നമുക്കിതിലേക്ക് മസാലയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3/4 സ്പൂണോളം ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ മസാലയൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. മസാലയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഫ്ലെയിം എപ്പോഴും സിമ്മിലാക്കി തന്നെ വെച്ചേക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. ചിക്കനും കൂടി ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ആ മസാലയൊക്കെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. കാശ്മീരി ചില്ലി പൗഡർ ചേർത്തത് കൊണ്ടാണ് ഇത്രയും കളർ കിട്ടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ മുളക് പൊടി ചേർത്താലും മതി കേട്ടോ. ഇനി ഇതിലേക്ക് നേരത്തെ വഴറ്റി വെച്ച ക്യാപ്സിക്കവും സവാളയും പച്ചമുളകുമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കളർ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അതും കൂടെയൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എൻ്റെ കയ്യിൽ ഈ പച്ച മാത്രമേ ഉള്ളായിരുന്നു, അതുകൊണ്ടാണ് ഞാനിത് ചേർത്തത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വേറെ കളറൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ 1 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വെള്ളം വേണ്ട എന്നുള്ളവർക്ക് ഇതുപോലെ വറ്റിച്ച് തന്നെ എടുക്കാവുന്നതാണ്. വെള്ളം കൂടി ചേർക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഗ്രേവി കിട്ടും. അപ്പോൾ ഞാൻ 1 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്.
ഇനി ഇതൊന്ന് തിളക്കട്ടെ. തിളയ്ക്കുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ കറിയൊക്കെ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ഉപ്പും എരിയൊക്കെ നോക്കണം കേട്ടോ. ഉപ്പൊക്കെ വേണമെന്നുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ചൊരു 15 മിനിറ്റ് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ 15 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ കടായി ചിക്കൻ്റെ അവസാനത്തെ സ്റ്റേജ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കടായി മസാലയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതായത് നമ്മൾ നേരത്തെ വറുത്ത ഹോൾ സ്പൈസസുകളില്ലേ, അത് പൊടിച്ച മസാലയാണിത്. അത് ഞാനിവിടെ 1.5 സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ആ മസാലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മസാല പൊടിക്കുമ്പോൾ അധികം പൊടിഞ്ഞു പോകാനേ പാടില്ല കേട്ടോ. ചെറിയൊരു തരിതരിപ്പോട് വേണം പൊടിച്ചെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മല്ലിയിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ കടായി ചിക്കൻ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. വളരെ സിമ്പിളാണ് തയ്യാറാക്കാൻ. അതുപോലെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് ഹോട്ടലിലൊന്നും പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ വീടുകളിൽ തന്നെ നമുക്ക് തയ്യാറാക്കി കുട്ടികൾക്കൊക്കെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.